ഇത് സമയം ഡിസംബർ 27 12:26 AM ആണ് കേട്ടോ. അതേ ഒരാളിരുന്നുണ്ട് തുണി മടക്കുന്നത്, തുണിയാണ്. പിന്നെ ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ, ഞാൻ ഷർട്ടിട്ട് ഇട്ടിട്ട് അതുകൊണ്ട് ഒരാളുണ്ട്. പിന്നെ ഇതേ ഒരാൾ ഇറങ്ങുന്നു, ഇതേ കുഞ്ഞാണ്ടി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിരം ആണ്. ഇപ്പം ഇവള് വേറൊന്നുകൊണ്ടല്ല, ഇവള് ആദ്യത്തെ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവള് ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങിയ 2 മണിയാകുമ്പോൾ എഴുന്നേക്കും. പിന്നെ കിടന്നുറങ്ങും, പിന്നെ രാവിലെ എഴുന്നേക്കുന്നത്. ഇപ്പം ആശാത്തി കിടക്കുന്നത് ഇപ്പം ഇതിങ്ങനെ കിടക്കും പറഞ്ഞ്. ഇപ്പം ഇവള് ഇത്ര നേരം ഇപ്പം കിടന്നുറങ്ങും കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉറങ്ങും, അല്ല 15 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങും. ആ 10 മിനിറ്റ് ഉറങ്ങിയിട്ട് ഇവളൊരു നമ്മളൊന്ന് തൊട്ടിൽ കൊണ്ട് കിടത്തിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ അവൾ കണ്ണും പിടിച്ചിരിക്കുന്നത്, ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവള്. പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വഴക്കുകളുണ്ട് അങ്ങനെ ദൈവം നമ്മുടെ അനുഗ്രഹം കൊണ്ടില്ല. ചിരിച്ചുകൊണ്ട് കഴിക്കും, പിന്നെ ഇടയ്ക്ക് നിന്ന് വഴക്കുണ്ടാക്കും, പിന്നെ എന്തൊക്കെയോ ആരാണ് ഇതേ കിടക്കുന്നത്. എല്ലാവരോടും പറഞ്ഞിട്ട്. അപ്പം ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഇപ്പം ഈവൻ നിങ്ങൾ വിചാരിക്കും, ഇന്ന് വേറൊറ്റ കാര്യം പറയാം. 27-ാം തീയതി, അതായത് നാളെ ഞങ്ങൾക്ക് 27-ാം തീയതി പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ വരുന്നത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വരുന്നത് കേട്ടോ. അറിയാം, ചിലപ്പോൾ നാളെ വരുമായിരിക്കും, അറിയില്ല. പക്ഷേ 27-ാം തീയതി പറയാൻ ഡേറ്റും കൂടെ കാണിച്ചോ കേട്ടോ. അപ്പം വരുന്നത് നിങ്ങൾ പറയുമ്പം വീഡിയോ വരുന്നത് ചിലപ്പോൾ 28, 29 ആയിരിക്കും. അപ്പം ഒരു കാര്യം പറയാം, നാളെ അതായത് 27-ാം തീയതി, ഇന്ന് 27 ആയല്ലോ. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ്. ആ കാപ്പിയുടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇതുപോലെ വെളുപ്പിനെയാണ് അരി എടുത്തിട്ടത്. 2 മണി 2:30 ഇന്നലെ വെളുപ്പിന്. പാതിരാത്രി 3 മണിയായപ്പോൾ ഞാൻ രാത്രിക്കുള്ള കാപ്പി ഉണ്ടാക്കി ബാക്കി 3 മണിക്ക്, എന്നിട്ട് ഞാൻ 6 മണിയായപ്പോൾ ഇവിടെ കൂടെ വന്ന് കിടന്നു. ഞാൻ രാവിലെ നോക്കിയപ്പോൾ കാപ്പിയുടെ സാധാരണ ഇപ്പം ഞാനാണ് രാവിലെ എന്തെങ്കിലും കാപ്പി ഉണ്ടാക്കുന്നത്. ഇപ്പം വേറൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പം പുട്ടാണെങ്കിലും ഇപ്പം അതായത് കൊഴുക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പറയും, നമ്മുടെ അടുത്ത് ഈ മധുരം വെക്കാത്ത ഇതിന് ഉണ്ടാന്ന് പറയും, അത് ചെയ്യും. അങ്ങനെ ഓരോ സമയത്തും. അപ്പം ഞാൻ നോക്കിയപ്പോൾ രാവിലെ നോക്കിയപ്പം ദോശയുണ്ട്. ഞാൻ അന്ന് തലേ ദിവസം ചെറുതായിട്ട്, അതായത് ഇവിടെ നോക്കാതെ കിടന്നതിന് ചെറുതായിട്ട് എന്തോ ഒരു ചെറിയൊരു രീതിയിൽ സംസാരിച്ചിട്ട് കിടന്നത്. വഴക്കല്ല, ഒരു രീതിയിൽ നോക്കത്തില്ല, അങ്ങനെ പെട്ടെന്ന് ഇവിടെ എഴുന്നേറ്റ സമയത്തേ ഞാൻ ഓർത്തിന് എന്നോട് ദേഷ്യത്തിന് 3 ദോശ വിട്ട് വെച്ചാണ് എന്നൊക്കെ രീതി, അങ്ങനെ എന്തോ നോക്കി പെട്ടെന്ന്. പിന്നെ കിഴങ്ങ്, അന്ന് കിഴങ്ങ് കറിയായിരുന്നു, ദോശയും കിഴങ്ങ് കറി. ദോശയും കിഴങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, ആട്ട വെച്ച് ചെറുതായിട്ട് അന്നേരം തന്നെ കലക്കി എടുത്തുണ്ടാക്കി ദോശ എന്ന് പറഞ്ഞിട്ടോ. ദോശയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു പറയും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. വന്ന സമയത്ത് വേറെ ഒന്നുമില്ല. വന്ന സമയത്ത് ഇവള് 10 മണിക്ക് കിടക്കും, 2 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ എഴുന്നേക്കും, അങ്ങനെയായിരുന്നു. അത് നമ്മൾ പ്രാവശ്യം പറഞ്ഞില്ലേ, വീട്ടിൽ പറയാണ്. അപ്പം അങ്ങനത്തെ വിത്തൗട്ട് സ്ലീപ്പ് അല്ലേ. എന്നിട്ടുണ്ടല്ലോ ഞാൻ ഉറങ്ങും. ഇനി 6 മണിയാകുമ്പോൾ ഇവിടെ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങും. ഇടയിൽ ചിലപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ ഉറങ്ങിപ്പോൾ 6 മണിയാകുമ്പോൾ ഇവിടെ 6 മണി 6 ആകുമ്പോൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങും. ഞങ്ങൾ വന്നിട്ട് രാവിലെ 10 മണിക്ക് കഴിയുമ്പോൾ സത്യം ഇവിടെ എഴുന്നേക്കുന്ന ശാലം പിന്നെ ഞാൻ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇതാണ് വഴക്കുണ്ടാക്കുന്നതല്ല. പിന്നെ ഇവിടെ എന്നെ ശ്രദ്ധിക്ക്, എന്നെ എടുക്കാൻ, എന്റെ വീഡിയോ എടുക്കാൻ. ഇവിടെ കമലാനുള്ള ബത്തപ്പാടിലാണ്. അതാണ് ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നത്. അതായത് ഇപ്പം അങ്ങ് പോയി കഴിഞ്ഞിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞിട്ട് ഒരു തിരിച്ചുവരവുണ്ട്. ആ തിരിച്ചുവരവ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവളുടെ കൂട്ടത്തിൽ ഒരാൾ വേണം. വേറൊന്നുമല്ല, അവൾക്ക് ഇപ്പം ഒറ്റയ്ക്ക് കിടക്കുന്നത് ഭയങ്കര എന്തോ ഒരു ഇതാണ്, ഇഷ്ടമല്ല. ഒരാൾ വർത്തമാനം പറയാൻ വേണ്ടിയാണെങ്കിലും എന്തെങ്കിലും വേണം. ചുമ്മാ അടുത്തിരുന്നാൽ മതി. ഒറ്റയ്ക്ക് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമില്ലായ്മയാണ് അല്ലേ കുഞ്ഞു? ആണോ? അത് വായിക്കോട്ടൊക്കെ വിടുന്നുണ്ടോ? എന്താണോ
അവിടെ നിന്ന് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഉറങ്ങും, എടുത്ത് ഉറക്കിയ കൈ പിടിച്ചിരുത്തി ഉറക്കി കൊണ്ട കിടത്തി. ചാച്ചാ ഞങ്ങളിങ്ങനെയാ, ഞാൻ ഈ ചെരുപ്പിന്റെ സൗണ്ട് ഇവിടെ കേട്ടവളെ എണീറ്റാന്ന് വിചാരിച്ചു ചെരുപ്പൊക്കെ മാത്രം വീടിടും. നമ്മുടെ ഇവിടുത്തെ കഥകിൻ്റെ ഒരു ഇതിന് നേരത്തെ നല്ല രീതിക്ക് അടയരുത്. പിന്നെന്ന് പറഞ്ഞ് സൗണ്ട് കേൾക്കുമായിരുന്നു. ഞാനിന്ന് എണ്ണയൊക്കെ ഇട്ട് കറക്റ്റ് ഈ അതിൻ്റെ ഇത് വിചാരിക്ക് ഭയങ്കര ഒരു മുറുക്കമായിരുന്നു. അത് ഒന്ന് റെഡിയാക്കി. എന്നാൽ പോലും അവൾ ഈ സൗണ്ട് ചെറിയ സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ എഴുന്നേക്കരുന്നുള്ള രീതിയിലാണ്. ഈവൻ വേറൊന്നുമല്ല, ഇവള് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ പാത്രം കഴുകാൻ വേണ്ടി, അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് പോലും കഴുകാതെ സൗണ്ട്, കാരണം ഈ സിങ്കിലോട്ട് വെള്ളം വീഴുന്ന ഭയങ്കര സൗണ്ടാണ്. ആദ്യത്തെ ദിവസം അങ്ങനെയായിരുന്നു. ചില സമയത്ത് നമ്മൾ ഉറക്കമാണെന്ന് കരുതി വിചാരിച്ചിവിടെ വന്നു കഴിയുന്നുണ്ടല്ലോ, ആള് ചിരിച്ചിങ്ങനെ കണ്ണും വീഴ്ച കുഴപ്പമാണ്. എന്തോ പറയണ്ട, അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ശരി, വിശേഷം പിന്നെയുണ്ട് പറയാം. ഹലോ, അപ്പം നമ്മുടെ രാത്രിയിലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം രാവിലെ സമയം 10 മണിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് അച്ഛനെ എടുക്കാൻ നോക്കാം. അച്ഛൻ ഇന്നലെ ഹാളിലാണ് കേട്ടോ കിടന്നത്. നമ്മുടെ ഒരു കുഞ്ഞാപ്പിനെ കാണിക്കാം കേട്ടോ. കുഞ്ഞാപ്പി ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ? ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ? ഇന്നലെ എപ്പോഴും ഉറങ്ങിയേ? എനിക്കൊന്നും അറിയത്തില്ല. ഇന്നലെ അവള് 4:30 ഉറങ്ങി കേട്ടോ. ഇവിടെ ആരാണ് കാണിക്കാം. ഷർട്ടൊന്നും ഇട്ടിട്ടില്ലല്ലേ. പല്ല് തേക്കുന്നു. രാവിലെ എഴുന്നേറ്റ് അച്ഛ എത്ര മണിക്കായി എൻ്റെ അച്ഛ പൂ പോലുള്ള ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാവിനിയുണ്ടോ? ഇത്രയും കൂടെ നമ്മുടെ മാവ് ഇരിപ്പുണ്ട്. വെള്ളം ഒരമ്മേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ചൂട്. ചായ ഇട്ടും വെച്ചിട്ടുണ്ട്. ഇത്രയും പരിപാടികൾ അച്ഛ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിയായപ്പം അച്ഛൻ ഇവിടെ ഹാളിൽ വന്ന് കിടന്ന് തുടങ്ങിയിട്ടോ. എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഉറക്കം. അല്ല കുഞ്ഞെ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും. ഇച്ചിരി നേരത്തെ ഉറങ്ങിയെന്ന് പറയാം. ഞാൻ ഉടുപ്പെല്ലാം കെട്ടി വെച്ചേക്കാം. പരിപാടി തുടങ്ങില്ലേ? ഇനി അവിടെ കുളിക്കണം, വീണ്ടും ഉറങ്ങണം അല്ലേ? നമുക്ക് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണ്ടേ? അവള് ഫോണേ നോക്കുന്നുണ്ടോ? പോടി അവിടുന്ന്. കാറ്റ് കുടിക്കാൻ പോവാണ്. അച്ഛൻ എനിക്ക് ധാരാളമായി ഇഡ്ഡലി എടുക്കുന്നുണ്ട്. ഒരു പാത്രം നിറച്ച് 5 ഇഡ്ഡലി. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ വന്നിരിക്കുക. ഷർട്ടിടാത്തോണ്ടാണ് കേട്ടോ വരാത്തത്. ഷർട്ടിടെന്ന് പറഞ്ഞാൽ രാത്രിയിലൊക്കെ ഭയങ്കര ചൂടാണ്. ഞാൻ ഇല്ലേ ഇവിടെ നല്ല കേട്ടോ. അത് ഇഡലി, നല്ല ചമ്മന്തി. അച്ഛൻ ഉണ്ടാകാനൊക്കെ അറിയാം. ഓക്കെ, കാര്യമായിട്ട് പറഞ്ഞാണ് കേട്ടോ. നല്ലതാണ്. രാവിലെ എണീറ്റ് വരുമ്പം ഇങ്ങനെ ഒരാളുണ്ടാക്കി തരാനുള്ളതുകൊണ്ട് ഇത്ര നേരം കിടന്നുറങ്ങാൻ പറ്റും. ഇല്ലെങ്കിലോ അത് എത്ര മണിക്ക് കഴിഞ്ഞല്ലേ? 50 മണിക്കൂറുകൊണ്ട് എല്ലാം ഉണ്ടായി. ഇപ്പം നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് അല്ലേ? വേറെ നല്ല ഒരു ബെഡ്ഷീറ്റ്. അത് നമ്മൾ ഓർഡർ ചെയ്തത് കളർ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച കളറല്ല, കളറും അല്ല, ഡിസൈനും അല്ല, ഒന്നുമല്ല. പിന്നെ വീണ്ടും ഓർഡർ ചെയ്തു. ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്നതും പറയുകയാണെങ്കിൽ നിങ്ങൾ കടകളിൽ പോയി മേടിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കടകളിൽ പോയി മേടിക്കാത്തത് നമ്മൾ ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഒട്ടുമിക്ക കടകളിൽ നമ്മൾ ക്ലിയർ ചോദിച്ചിട്ടില്ല. പിന്നെ സൈസ് ഇച്ചിരി വലുത് വേണം. അതിൻ്റെ അതുണ്ട്. നമ്മൾ മേടിച്ചതിന് പെട്ടെന്ന് 75x60x8 അങ്ങനത്തെ ഒരു സംഭവം. അത് ഇഞ്ചിൻ്റെ കണക്കാണോ ലെങ്ത് അങ്ങനെ. കുട്ടനെ ഉറങ്ങായോണ്ടാണ് കേട്ടോ പതിയെ സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ കിട്ടത്തില്ല. മതി പൊട്ടിച്ചു. നമ്മളെ സഹായിക്കുന്നൊക്കെ ഇവിടുത്തെ ഈ ചെറുകിട കച്ചവടക്കാരാണ്. നമ്മളങ്ങനെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്.
പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇവിടെ വന്ന പിന്നെ ദൂരത്തിലാ ഓർഡർ ചെയ്യാം. പിന്നെ ഇത് ഇപ്പം നമ്മൾ മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് അറിയാലോ, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മുഷിയും ഒന്ന് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഉണ്ടായിരുന്നത് ഇങ്ങനെ ചുമ്മാ അകത്ത് ടക്ക് ചെയ്ത് കയറ്റി വെക്കുന്ന ഇതായിരുന്നു. ഇത് എലാസ്റ്റിക്കിൻ്റെ മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു കയറ്റിട്ട് കഴിഞ്ഞാൽ ചുവങ്ങി ഇറങ്ങി പോരാതിരിക്കും. അങ്ങനെ പോയില്ല. അങ്ങനെ ഉള്ളതാണ് ഇതിൻ്റെ മേടിച്ചത്. അപ്പോൾ നമ്മൾ നോക്കണമല്ലോ. ഒരു ബെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് 10 മിനിറ്റത്തെ സംസാരം ഉണ്ട് കേട്ടോ. അല്ലേ? മറ്റേത് ഭയങ്കര മോശം സാധനമായിരുന്നു. ഭയങ്കര ഷെയ്ഡല്ലേ ഉള്ളു സാധനം. ഇങ്ങനെയല്ലേ? ഓക്കെ. വിരിച്ച് കഴിഞ്ഞാലാണ് ഇത് ഭംഗി അറിയത്തുള്ളൂ. വലിയ ഭംഗിയുള്ള സാധനമൊന്നുമല്ല കേട്ടോ. നമ്മൾ വലിയ വിലയുടെ സാധനമൊന്നുമല്ല. 6000 അത്രേ ഉള്ളല്ലേ? അയ്യോ, മറ്റേനേക്കാൾ ഫാർ ബെറ്റർ. മറ്റേത് എന്നതായിരുന്നു? ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം നോക്കി ഇറങ്ങിയിട്ടില്ല. ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്തും ഒരു നീളവും വീതിയും വിട്ട് അതൊക്കെ എന്താ അതൊക്കെ കെട്ട് ഒക്കണമെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പ്ലാസ്റ്റിക് ഇവിടെ വന്നതിന് ശേഷം പ്ലാസ്റ്റിക് പൊട്ടിച്ച് കളഞ്ഞു. കാരണം അന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക് പൊടിച്ചിട്ടില്ലായിരുന്നു. ഭയങ്കര സൗണ്ടായിട്ട് പ്ലാസ്റ്റിക് പൊട്ടിക്കായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ കണ്ടതോ? നന്നായി ഇല്ലേ? നമ്മൾ അതിന് മുന്നേ ഒരു ബെഡ്ഷീറ്റ് മേടിച്ചാൽ അത് എവിടെയും കൊള്ളത്തില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ സൈസ് ലാർജ് അടിക്കും, പക്ഷെ ലാർജ് ഒന്നും വരും. കണ്ട കുഞ്ഞല്ലേ? വിരിച്ച് കഴിയുമ്പം അറിയാം എങ്ങനെ ഇരിക്കും. വിരിച്ചിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. വിരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും. അറിയില്ല, നോക്കാം. നമ്മൾ വലിയ സെറ്റപ്പ് നോക്കി മേടിച്ചല്ല, നമുക്ക് അത്യാവശ്യം കണ്ട് മേടിച്ചാൽ. ഓക്കെ. ഇപ്പോൾ കാക്കുകൂടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വിരാശം എന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങൾ ഇട്ടിട്ട് അത് മുഴുവൻ തേച്ച് കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങി. അച്ഛയും എവിടെയോ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ എവിടെയായിരുന്നു എനിക്കറിയത്തില്ല. എന്നാലും വീഡിയോ എടുത്ത് തരാൻ ഞാൻ ആളെ കണ്ടില്ല. അപ്പം ഞാൻ ഫോണൊക്കെ അവിടെ ചുമ്മാ കുത്തി ചാരിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ തലയൊക്കെ കട്ടായി പോയത്. വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തല പകുതി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അതെ, അച്ഛൻ അടുത്ത് നിൽപ്പുണ്ടല്ലോ. അച്ഛനോട് ഞാൻ ഇന്ന് വർത്താനമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി എത്രയും നാളും വട്ടം വരിഞ്ഞ് ഈ നീളത്തിൽ ഞാൻ വിചാരിച്ചു കോവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടി വെന്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ കറി? പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. നമ്മുടെ ചോറൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ കറിയില്ലേ? അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നിലവിൽ കറികൾ ഇപ്പം നമ്മുടെ തുണിയെല്ലാം അലക്കി പാതി വിരിച്ചിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് കേട്ടോ വിരിക്കാനായിട്ട്. ബക്കറ്റ് നിറച്ചും തുണിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ഈ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഭയങ്കര യൂസാണ് കേട്ടോ. ചെറിയ തുണികളൊക്കെ ഇടാനായിട്ട്. ഈ ബക്കറ്റ് നിറച്ചും നല്ല ക്ലിപ്പുകളാണ്. അത്രയും തുണിയിൽ കുത്തിയതിന് ശേഷമുള്ള ക്ലിപ്പുകളാണ് കേട്ടോ അതിനകത്തിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിയാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ കാണുന്ന സെൻട്രൽ ഫുള്ള് ചീരകൃഷിയായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പോൾ അവർ പറിച്ചെടുത്തുകൊണ്ട് പോയി. ചെടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് കാണാൻ വെയിലത്ത് മാറ്റി വെച്ച സാധനമാണ് ഏറ്റവും കൂടുതൽ വെയിലത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഉച്ച കഴിഞ്ഞപ്പം ചോറുണ്ടേക്കാന്ന് വിചാരിച്ചു. കോവയ്ക്കുണ്ട്, നമ്മുടെ ഇതുണ്ട്. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പിന്നെ ലേറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. മത്തി കൊഴുവ ഉണ്ടായിരുന്നു. ഇല്ല, കൊഴുവ മാത്രമേ വറുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മത്തി ഇതാണ്ട് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പളകും സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അതിന് കൊഴുവ കുറച്ചും കൂടി ഉണ്ട്. അത് വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പരിപാടികൾ. ഹലോ, അപ്പം നമ്മുടെ ചോറൂണും പരിപാടി ഉച്ച വരെയുള്ള സർവ്വ പരിപാടിയും കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞു. അച്ചാച്ചാ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോണം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സൗണ്ട് കേട്ടിട്ടുണ്ടോ? ആവും. കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുവാണ് കേട്ടോ. ആരും കമൻറ്റ് ചെയ്തായിരുന്നു അവളെ മറ്റേ ഇത് ഇടിച്ച് കാണിക്കണമെന്ന്. ഗോൾഡ് ഇടിച്ച് കാണിക്കാം കേട്ടോ അല്ലേ? ഉറങ്ങായതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തത്. കാരണം ആൾക്ക് വൈകിട്ടൊരു 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല രീതിയിൽ ഉറങ്ങി തീർക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ക്ഷീണം വരാൻ പാടില്ലല്ലോ അല്ലേ? ഉറക്ക ക്ഷീണം. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ഇന്നലെ ഇച്ചിരി നേരത്തെ ഉറങ്ങിട്ടോ. ഇന്നലെ 4:30 തുടങ്ങി. ഉറങ്ങുന്നതല്ല അങ്ങനെ. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. പാല് കുടിച്ച്
അതെ ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നത്. ഇന്ന് ഭയങ്കര ക്ഷീണമായിട്ട് ആൾ ഉറങ്ങിപ്പോയി. ചൂട് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും. ചില ദിവസം ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു. ഇപ്പം അത്യാവശ്യം ചൂടായി. കാലാവസ്ഥ ചേഞ്ച് കുഞ്ഞു പിള്ളേരല്ലേ. അങ്ങനെയാണ് അതൊക്കെയാണ്. അതൊക്കെയാണ്. ഇനി നമുക്ക് ചായ കുടിക്കണം. ചായക്ക് കടിയൊന്നുമില്ല. ശരി, ഓക്കെ. അപ്പോൾ ചായ വണ്ടിയത് കഴിഞ്ഞ ആ ഫെസ്റ്റിൻ്റെ പാട്ട്. ഓ ഓ ഓ ഓ ഓ എൻ്റെ പൊന്നെ തലേ പറഞ്ഞു പോച്ച ചിലപ്പോ. വെള്ളം എടുക്കാൻ നേരത്തെ ഡാൻസാണോ? എന്നിട്ട് ഈ വട്ടം തോന്നുന്നു പോടുന്നു. കാറ്റൊക്കെ കൊള്ളാൻ ഇറങ്ങിയിരുന്നതാണ്. വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോൾ അല്ലേ അവിടെ അവിടെ പറഞ്ഞ് ഹായ് പനി. ഹായ് ഹായ് ഒന്ന് പൊന്നെ. അച്ഛൻ വീഡിയോ എടുക്കുന്നു അല്ലേ? ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി മീൻ മറക്കാനുണ്ട്. പിന്നെ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് എടുത്തിട്ട് കൂട്ടിയല്ലോ വെച്ചാൽ വേറെ പ്രത്യേകിച്ച് എടുത്തില്ല കേട്ടോ. ഈ തുണിയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ എടുത്ത് മടക്കണം. അതിന് 12 മണി കഴിഞ്ഞിട്ട് സമയം ഇന്നലത്തെ സമയം ബാക്കി എടുക്കുവാണല്ലേ. പാട്ട് കേൾക്കുന്നു. അപ്പനും മോളും കൂടെ ഇവിടെ എന്താണ് പരിപാടി? ഔട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അയ്യോ അച്ഛൻ ഉറങ്ങിയാ? കൊച്ചെവിടെയുണ്ട്? കൊച്ചെവിടെയും പോയിട്ടില്ല. ആ ഉച്ചേ ഇങ്ങനെയാണോ കൂട്ട് കിടത്തുന്നല്ലേ? കഴിഞ്ഞ ദിവസം ഇതല്ലേ ഹാളിൽ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അവളായിട്ട് തുള്ളി കളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതാണ്ട് തുണിയില്ല പണിയില്ല. ആവട്ടെ, ഉറക്കം വരുന്നുണ്ടോ കൊച്ചിന്? നൈറ്റ് ഡ്യൂട്ടി ഉള്ളതല്ലേ? അരിശം വരുന്നുണ്ട്, അതിൻ്റെയാണ്. ഇട്ട് അടിക്കുവോ കൈയിട്ട്? ഉറക്കണോ? അടുക്കളന്ന് ഉറങ്ങിക്കോ കൊച്ച്. അടുക്കളന്ന് ഉറങ്ങിക്കോ. എല്ലാരും ചിരിച്ചാണിച്ച്. എന്റെ കുഞ്ഞോടെ ചിരിച്ചാണിച്ച്. എന്റെ കുഞ്ഞോടെ ചിരിച്ചാണിച്ച്. ഓക്കെ, ഇപ്പം തവള എടുത്തോ, ഉറക്കട്ടെ. അമ്മയും മോളും തമ്മിലുള്ള ഒരു സംഭാഷണം. സന്തോഷം. ഭയങ്കര ശരിയായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അതല്ലേ പറഞ്ഞേ? അതല്ലേ കുഞ്ഞാമ്മ പറഞ്ഞേ? ഞാൻ സെലിബ്രിറ്റി അല്ലേ? ഹലോ, അപ്പോൾ നമ്മുടെ 24 hours ഡേ ഇൻ അവർ ലൈഫ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഇപ്പോൾ സമയം ക്യാമറ ഇട്ട് കാണിക്കാവേ, കിട്ടത്തില്ലായിരിക്കും അല്ലേ? ഇപ്പോൾ സമയം 11:57 PM ആയിട്ടുണ്ട്. 27-ാം തീയതി ആയിട്ടുണ്ട്. അവിടെ ഒരാൾ കിടന്ന് വാചകം അടിക്കുന്നു. എന്താണ് അച്ചാ 24 മണിക്കൂറിൽ എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യം നടന്നല്ലേ? ഒന്നും നടന്നില്ല. നടക്കാത്ത ഒരു കാര്യം തന്നെ പറയട്ടെ, ഉറക്കും. അപ്പം അവിടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസം അല്ലേ. 24 hours വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും നമ്മളല്ലേ. മറ്റേത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ നൈറ്റ് കൂട്ടി നമ്മൾ 12 മണി തൊട്ട് 12 മണിയില്ല, നമ്മൾ എത്ര മണിക്ക് തുടങ്ങി? 1 മണിക്കോ 2 മണിക്കാണ് തുടങ്ങിയത്. അപ്പം ഇത്രേ ഉള്ളൂ അല്ലേ. ആ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ബൈ ബൈ.